തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ LDFിനുണ്ടായ പരാജയത്തിന്റെ കാരണങ്ങളാണ് നേതാക്കൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കായംകുളം നഗരസഭയിൽ INL LDFിന്റെ കാലുവാരിയെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ തവണ കായംകുളത്ത് 23 വാർഡിലാണ് LDF വിജയിച്ചത്. ഇത്തവണ 14 വാർഡിലേക്ക് LDF ഒതുങ്ങി. 9 വാർഡിലാണ് തിരിച്ചടി നേരിട്ടത്. ഈ തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നിസാർ മൗലവിയുടെ ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. 6 സീറ്റിൽ CPMനെ പരാജയപ്പെടുത്തിയെന്നും 2 സീറ്റിൽ സ്വതന്ത്രരെ വിജയിപ്പിച്ചെന്നും പറയുന്ന INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ മൗലവിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തായത്. 26-ാം വാർഡിൽ 280 കുടുംബ വോട്ടുകൾ ഉൾപ്പെടെ മറിച്ചെന്നും കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്നും നിസാർ മൗലവി പറയുന്നു. നമ്മൾ നിർത്തി നമ്മൾ പിന്തുണച്ച സ്വതന്ത്രന്മാരാണ് ഇവിടെ ജയിച്ചത്. CPMന്റെ ഈറ്റില്ലം, അവിടെ ഹിന്ദുക്കളില്ല, മൊത്തം മുസ്ലിങ്ങൾ. 20 ഹിന്ദു വോട്ടേ ഉള്ളൂ. അവിടെയാണ് 3 വാർഡ് നമ്മൾ തോൽപ്പിച്ചത്. കഴിഞ്ഞ തവണ 18 സീറ്റും ബാക്കി സ്വതന്ത്രന്മാരെയും വെച്ച് മത്സരിപ്പിച്ചു. നമുക്ക് 6 സീറ്റോളം അവരെ തോൽപ്പിക്കാൻ പറ്റി. 2 സ്വതന്ത്രരെ ജയിപ്പിച്ചു. കളി പഠിപ്പിച്ചു കൊടുക്കണം, പണിഞ്ഞു. അത് അവരെ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ CPMകാരുടെ കുത്തൊഴുക്കായിരുന്നല്ലോ, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണമെന്ന് അവർ പറഞ്ഞു. നിസാർ മൗലവി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 5 സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുത്തെന്നും 5 പേരും ജയിച്ചെന്നും നിസാർ മൗലവി പറഞ്ഞു. UDF അധികാരം കൊണ്ടുപോയെന്ന് പറയുന്നത് ഓഡിയോയിൽ കേൾക്കാം. താൻ 2015-ൽ LDFിന്റെ ഭാഗമായപ്പോഴും കഴിഞ്ഞ വർഷവും സീറ്റ് കിട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ഭരണം പോകുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അതുപോലെ നാണം കെട്ട് തോറ്റെന്നും നിസാർ മൗലവി പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം.